ഇന്ത്യൻ റെയിൽവേയിൽ പാരാമെഡിക്കൽ സ്റ്റാഫായിട്ട് കയറാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 9, 2025 ഓരോരോ ഡിവിഷൻസിലേക്കുമാണ് പ്രത്യേകം ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഡിവിഷനിലേക്കാണ് ആപ്ലിക്കേഷൻ വിടുന്നതെങ്കിൽ www.rrbtirupanaന്തപുരം.gov.in എന്ന് പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ഇതിൽ പോസ്റ്റുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഏജ് ലിമിറ്റും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഒന്ന് നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റാണ്. അതിൽ BSc നഴ്സിംഗ് അല്ല എങ്കിൽ ജനറൽ നഴ്സിംഗും മിഡ്വൈഫറി ഇത് ചെയ്തവരായിരിക്കണം. 20-നും 40-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഉള്ള അടുത്ത പോസ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യനാണ്. BSc ഹെമോ ഡയാലിസിസ് ചെയ്തവർ 20-നും 33-നും വയസ്സിൽ പ്രായമുള്ളവർക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അടുത്തത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറാണ്. BSc കെമിസ്ട്രിയോ പിന്നെ NDC ഇൻ ഹെൽത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സാനിറ്ററി ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഏജ് 18-33 പ്രായമുണ്ടെങ്കിൽ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് പോസ്റ്റാണ്. ഫാർമസിസ്റ്റ് പോസ്റ്റിന് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. പക്ഷേ +2 ലെവലിൽ സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർ ആയിരിക്കണം നിർബന്ധമുണ്ട്. 20-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. വേറൊരു പോസ്റ്റ് റേഡിയോഗ്രാഫറാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ പോസ്റ്റാണ്. ഡിപ്ലോമ +2 ആയിരിക്കണം. ഏജ് 19-നും 33-നും ഇടയിലായിരിക്കണം. പിന്നെ ECG ടെക്നീഷ്യൻ ഡിപ്ലോമയും പിന്നെ +2 ലെവൽ സയൻസ്, അത് 18-33 ഏജ് വരുന്നത്. ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ടായിരിക്കണം. പിന്നെ 18-33 ഏജ് ബാർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ RRBയുടെ സൈറ്റിൽ കയറിയാൽ കിട്ടും. ഓരോരോ ഡിവിഷൻസിലേക്ക് സെപ്പറേറ്റാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ട്രിവാൻഡ്രം ഡിവിഷനിൽ, ചെന്നൈ ഡിവിഷനിലൊക്കെ ധാരാളം വേക്കൻസികളുണ്ട്. സെപ്റ്റംബർ 9-ന് മുമ്പ് ആപ്ലിക്കേഷൻ കൊടുക്കുക ഈ വെബ്സൈറ്റിൽ കയറിയിട്ട്.